കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മാജിക് പ്ലാനറ്റിലാണ്. അവിടെ DAC ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൽ അവിടെ 7 സ്റ്റേജുകളുണ്ട്. അതിലൊരു സ്റ്റേജിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ചെണ്ട പഠിക്കുന്ന കുട്ടികളെ കാണാൻ. എല്ലാവരും കണ്ണ് തുറന്ന് കാണുക. അവരെത്ര ഹാപ്പിയാണ്, എത്ര എനർജറ്റിക് ആണ്, എത്ര ബോൾഡാണ്. അവരെക്കുറിച്ച് അവരെ സാറ് പറയുന്ന വാക്കുകൾ കേൾക്കാം. എന്നിട്ട് തീരുമാനിക്കൂ, കല്ലെറിയണോ നെഗറ്റീവ് പറയണോ എന്നൊക്കെ. ഒരാൾ പറഞ്ഞ നെഗറ്റീവിൻ്റെ പിറകെ കൊടി പിടിച്ച് നടക്കാനും നെഗറ്റീവ് എഴുതാനും എളുപ്പമാണ്. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി പാടാ. അതിനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന നല്ല ആളുകളെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുക. ഇനി നിങ്ങൾക്കിതൊന്നും ഇഷ്ടമല്ലെങ്കിൽ കുറ്റം പറയാതിരിക്കുക, മൗനം പാലിക്കുക. ഒത്തിരി കുട്ടികളാണ് അവിടെ സന്തോഷമായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തിരുവനന്തപുരത്തേക്കൊരു ടിക്കറ്റ് എടുക്കുക. അവിടെ ചന്തവിള എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാജിക് പ്ലാനറ്റ് അന്വേഷിച്ചാൽ മതി. അതിനകത്തേക്ക് നിങ്ങൾക്ക് ആർക്കും പോകാം, അവിടെ അന്വേഷിക്കാം. അവിടെ 10-250 അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ആ സ്ഥാപനത്തെക്കുറിച്ചോ മുതുകാടിനെക്കുറിച്ചോ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. അത്രമേൽ അവിടെ സുതാര്യമാണ്, അത്രമേൽ അവിടുത്തെ ആളുകൾ സന്തോഷവാന്മാരാണ്. പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ്, പിന്നെ എന്തിനാണ് ഈ കുറ്റപ്പെടുത്തൽ? ചിന്തിക്കുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക, ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. ഇത്രയേ പറയാനുള്ളൂ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ. നമുക്ക് വീഡിയോ കാണാം. സാർ പേരെന്തായിരുന്നു? ഹലോ, എൻ്റെ പേര് ദിലീപ് എസ്. ഞാനിവിടെ മുതുകാട് സാറിൻ്റെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷനിലെ തബല പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. നമ്മുടെ ഈ സെൻറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് വിവിധ തരം ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മൾ ഈ മക്കളെ വായിപ്പിക്കുന്നുണ്ട്. കീബോർഡുണ്ട്, ഗിറ്റാറുണ്ട്, ഡ്രമ്മുണ്ട്, ചെണ്ടയുണ്ട്, അതേപോലെ തന്നെ തബലയുണ്ട്, കോങ്കോ ഡ്രമ്മുണ്ട്, ദർബുക്കയുണ്ട്, മൃദംഗമുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഒരേ താളത്തിൽ വളരെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മക്കൾ ഒത്തിരി പേര് ചേർന്ന് വായിക്കും. സാർ എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ വന്നിട്ട് ഏകദേശം 3 വർഷം ആകാൻ പോകുന്നുണ്ട്. ഓക്കെ സാർ, എക്സ്പീരിയൻസിൽ എങ്ങനെയുണ്ട് ഈ സെന്ററും കാര്യങ്ങളും? ഈ മക്കളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ നല്ല എളുപ്പം തന്നെയാണ് മക്കളെ പഠിപ്പിക്കാനായിട്ട്.